കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ അതാവാം, പിന്നെ അതാവാം. എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു. എൻ്റെ ഒരു അനുജനുണ്ട്. അവൻ ഡാൻസ് ആർ എൽ വിയിൽ പഠിച്ച ഇപ്പം അവിടെ ഡാൻസ് ക്ലാസ് നടക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ താമസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫിൻ്റെ പേര് നിമ്മി എന്നാണ്. പിന്നെ എൻ്റെ മകള് ശ്രീലക്ഷ്മി. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ വൈഫും എൻ്റെ മകളാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഞാനൊരു പക്വത എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം കണ്ടെത്തി തന്നാണ് ഞാൻ. പിന്നെ എൻ്റെ മകള് നന്നായി പാട്ട് പാടും. ഇപ്പോൾ പുതിയ കാസറ്റിൽ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ മനസ്സിലൊരു മണികണ്ഠൻ എന്ന് പറഞ്ഞ കാസറ്റിൽ പാടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കണ്ട് വൈഫ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യും. നല്ല എന്താ പറയാ, ഒരു പാവം കുട്ടിയാണ്. നിങ്ങൾ രണ്ടാളാകുമ്പോ ആരാ നല്ല പാചകക്കാരി? ഇപ്പൊ ഞാനിപ്പോ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഞാനും വൈഫും. അപ്പൊ ഉണ്ണാൻ വന്നാൽ തീർച്ചയായിട്ടും നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ചാപ്പാടായിരിക്കും. അപ്പൊ ഒരു സന്തുഷ്ട കുടുംബമാണ്. പിന്നെ സിനിമയെന്നൊന്നും വിവാഹം ചെയ്യാൻ നിന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു നാട്ടിൻപുറത്തുകാരി പെണ്ണ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിവാഹം ചെയ്തു. ഒരു സന്തുഷ്ട കുടുംബമായിട്ട് പോകുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ പോട്ടെ. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കാല്ല, മനസ്സിലാവും. പിന്നെ ഈ ന്യൂ ഇയർ, ക്രിസ്മസ്, എല്ലാ ആഘോഷങ്ങളിലും കലാപം മണി ആഘോഷിക്കുന്നത് വാർത്തയെ വരാറുണ്ട്. ഇപ്പൊ ക്രിസ്മസ് ആഘോഷിക്കുന്നു, ന്യൂ ഇയർ ആഘോഷിക്കുന്നു. ഇത്തവണ എന്തൊക്കെയാണ് പ്ലാൻ, അല്ലെങ്കിൽ എന്താ വരാൻ കാരണം? ഞാൻ എന്റെ നാട്ടില് ഞാൻ ഒത്തിരി പണം ചെലവ് ചെയ്ത് പുൽക്കൂട്, ഉത്സവം, അങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പൊ ഞാൻ ആ പുൽക്കൂടും കാര്യങ്ങളൊന്നും കെട്ടാറില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു നല്ല പേര് കിട്ടണം, അല്ലേ? ഇത് ചെയ്യണം, വേറെ രീതിയിലുള്ള പേര് കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി കടുപ്പുള്ള കാര്യം, ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ പൈസ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു വലിയൊരു പുണ്യമായിട്ടുള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. അന്ന് ഈ കൊടുക്കുന്ന ചില ആൾക്കാരും എന്നെ പറ്റിക്കുന്നുണ്ട്. ചില ആൾക്കാർ, ഞാൻ ഓണത്തിനൊക്കെ പൈസ കവറിലാക്കി എല്ലാവർക്കും കൊടുക്കാറുണ്ട്, അരി കൊടുക്കാറുണ്ട്. ഇത് കൊടുത്തു എന്ന് വെച്ചിട്ട് പറയണല്ല, പക്ഷെ ഈ പൈസയുടെ കവറ് റോട്ടിൽ നോക്കിയാൽ കാണാം. കവർ ഇങ്ങനെ വീണ് ഇങ്ങനെ കിടക്കണ്ടാവും. ആ കവറിന്റെ പുറകെ പോയി ഹൈവ താണ്ടി നേരെ ചെല്ലുന്നു ബാറിന്റെ ഉള്ളിലേക്ക്. അപ്പൊ ഈ കവറ് നേരെ ഇങ്ങനെ വീണ് കിടക്കാം. മറ്റേ താലത്തിൽ പൂടണ മാതിരി അത് നേരെ പോണത് അങ്ങടാ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് മാനസികമായിട്ട് സഹായമൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു നമുക്ക് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട്. ഞാൻ ഓർക്കണ്ട, എന്റെ വീട്ടിലൊരാള് ഒരു തള്ളുവണ്ടിയിൽ ഇങ്ങനെ വന്നേക്കാം. നമ്മൾ ഇരിക്കുന്നത് ആ തള്ളുവണ്ടിയിൽ ഇങ്ങനെ തുഴഞ്ഞു വന്നിട്ട് ചോദിച്ചു, മണിച്ചേട്ടനുണ്ടോ എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, മണിച്ചേട്ടൻ ഇവിടെ ഇല്ല, ആള് ഷൂട്ടിങ്ങിന് വരികാന്ന് പറഞ്ഞു. ആളാ തള്ളുവണ്ടി എന്നിട്ട് പറയാം. പിന്നെ ഞാൻ തന്നെ ഇത് തുഴഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കക്ഷത്തിൽ വെച്ചിട്ട് ആള് നടന്നുപോയി. അപ്പൊ അങ്ങനെയും ഇത് ചെയ്യുന്ന കുറെ ആൾക്കാർ. പിന്നെ ന്യൂ ഇയറിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജനിച്ചത് 1/1/1971. ജനുവരി 1-ാം തീയതിയാണ് എന്റെ ജനനം. ഈ ജനുവരി 1-ാം തീയതിക്ക് എനിക്ക് 33 വയസ്സാവും. 33 അല്ലേ? 71 ആവുമ്പോ അല്ലല്ലോ, 34 ആവും. വേണേ ചേട്ടന് വേണ്ടി പറഞ്ഞു കൂട്ടി കിടന്നോട്ടെ, 35 കിടന്നോട്ടെ. സിനിമാ നടന്മാര് അല്ല, ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ല, പൂർണ്ണ നല്ലത്. എത്രയും പെട്ടെന്ന് ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ വേണ്ടിട്ട് ഞാൻ വെയിറ്റ് ചെയ്തോണ്ട് അതുവരെ കിട്ടുമെന്നുള്ളതാണ് എനിക്ക് സംശയം. അതൊക്കെ എത്തുമെന്നുള്ളതാണ് ഇപ്പൊ. എന്നാലും പിടിച്ചു നോക്കാം മാക്സിമം. അപ്പൊ അന്നാണ് എന്റെ ജനനം. അതൊരു പ്രത്യേകത ഉണ്ട്. അതന്നെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ പുതുവത്സരത്തിലൊക്കെ ഒരുപാട് സന്തോഷമായ നിമിഷങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു പ്രോഗ്രാം പോയപ്പോ നമ്മുടെ മലയാളത്തിന്റെ ഇന്ത്യയുടെ താജ്മഹലായ ദാസേട്ടനും SP ബാലസുബ്രഹ്മണ്യം സാറും കൂടിയിട്ട് എന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കിട്ട് അവര് ഫ്രണ്ടിലിരിക്കുമ്പോ ഞാൻ ഗാനമേള നടത്താം. അവര് ദിവസം നമ്മള് പാട്ടും. ലോകം അവസാനിക്കാറായോ എന്ന് എനിക്ക് സംശയം. അല്ല, അവരുടെ മുമ്പിലേക്ക് ഒരു പാട്ട് വലിയ പുണ്യല്ലേ. ഞാൻ ദാസേട്ടനോട് പറയുകയും ചെയ്തു, ഞാൻ ദാസേട്ടൻ പാടിയ ശബരിമല അയ്യപ്പനെ ഉറക്കുന്ന ആളാണ് ദാസേട്ടൻ, പാടി ഉറക്കുന്ന ആളാണ്. ആ ദാസേട്ടന്റെ പാട്ട് ഞാൻ ഈ എൻ്റെ പുതിയ കാസറ്റിൽ ഞാൻ പാടിയിട്ടുണ്ട്. എനിക്കത് പാടാൻ പേടിയാണ്. എന്നാലും ഞാൻ ചേട്ടന് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു 4 വരി
ഞാൻ പാടി. കലാഭമണിയുടെ പാട്ട് മൂളാത്തം മലയാളികളില്ല. അവർക്കായി പുതുതായിട്ട് എന്താണ് ഒരുക്കിയിട്ടുള്ളത്? ഇപ്പം എൻ്റെ പുതിയൊരു CD ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് 5-8 കാട്ടാന ഒന്നിച്ച് വന്നാൽ ഞാനെന്ത് കാട്ടാന എന്നുള്ളൊരു CD ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പാട്ടുകളുണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ ഞാൻ പുതിയത് പാടിയിരിക്കുന്ന വെച്ചാൽ ഈ അൻഷാദ് തൃശ്ശൂർ എന്ന് പറഞ്ഞ ആളാണ് സംഗീത സംവിധാനം ഒക്കെ ചെയ്തിരിക്കുന്നത്, സംഗീതം ചെയ്തിരിക്കുന്നത്. അതൊരു നല്ലൊരു പാട്ട് ഇറങ്ങിയിട്ടില്ല. അതൊരു പ്രണയ ഗാനത്തെക്കുറിച്ചാണ്, ഒരു പെണ്ണിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പാട്ടാണ്. അതിൻ്റെ CD ഇറങ്ങിയിട്ടില്ല. ഞാനത് മര്യാദയ്ക്ക് എനിക്ക് വരികളും കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഞാൻ അതിൻ്റെ ഒരു 4 വരി ഞാൻ ഒന്ന് ലൂമാം. എന്തായാലും പാട്ട് ഗംഭീരായി. CD കൂടുതൽ പ്രചാരണം നേടട്ടെന്ന് ആശംസിക്കുന്നു. ഇത്രയും തിരക്കുകൾക്കിടയിലും ഈ ACVക്ക് വേണ്ടി ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. പുതുവത്സരാശംസകൾ, ക്രിസ്തുമസ് ആശംസകൾ, ഒപ്പം ജന്മദിനാശംസകൾ. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ACV മാന്യ പ്രേക്ഷകർക്ക് ഈ ചാലക്കുടിക്കാരനായ ഈ കറുമ്പനായ കുറുമ്പിൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും എല്ലാവിധ ക്രിസ്തുമസ് ആശംസകളും അതുകൂടാതെ കണ്ട് തന്നെ നല്ലൊരു പുതുവർഷം പിറക്കട്ടെ. നിങ്ങൾക്ക് നല്ല നല്ല പുതിയ കാര്യങ്ങൾ, ജോലികളും, ഞാനിത് ശാസ്ത്രം പറയാനോ കൈരേഖ പറയാനോ വന്നിരിക്കുന്നതല്ല, എന്നാലും എല്ലാം നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ACV മാന്യപ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകൾ. നന്ദി, നമസ്കാരം. ചേട്ടനും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.